Module 3, last topic, recursion. Understanding recursion concepts, examples, and applications. Okay, so introduction to recursion. എന്താണ് recursions എന്ന് പറയുന്ന technique? See, recursion is a programming technique where a function calls itself to solve smaller instances of the problem until a base case is reached. So നമുക്ക് പൈത്തണിലെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്കൊരു മെയിൻ പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഓക്കെ, മെയിൻ പ്രോഗ്രാമിൽ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ അതിന് മുൻപ് നമ്മൾ വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. പൈത്തണിലാണെങ്കിൽ അത് മെയിൻ ഫംഗ്ഷന് മുമ്പായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, വേർ എവർ ഇറ്റ് ഈസ്, നമുക്കൊരു ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടായിരിക്കും, ഒരു ഫംഗ്ഷൻ നെയിം ഉണ്ടായിരിക്കും, ഫൺ എന്ന് പറയുന്ന നെയിം ഉണ്ടായിരിക്കും. ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സോട് കൂടിയിട്ട് ദെൻ ഫംഗ്ഷൻ്റെ ബോഡി, ഇവിടെയാണ് നമ്മൾ ഫംഗ്ഷൻ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഏതെങ്കിലും സമയത്ത് നമുക്ക് ഫംഗ്ഷൻ വിളിക്കണമെങ്കിൽ നമ്മൾ വി വിൽ ജസ്റ്റ് റൈറ്റ് FUN. ഓക്കെ, സോ കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് എക്സിക്യൂഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇൻസ്റ്റൻസ് വരുമ്പോൾ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഈ ഫംഗ്ഷൻ എവിടെയാണോ ബോഡി, ആ ബോഡിയിലേക്ക് കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ പോയിട്ട് അവിടെ മുതൽ താഴേക്ക് ഫുൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ബോഡിയുടെ ലാസ്റ്റ് എത്തുമ്പോൾ തിരിച്ച് ലാസ്റ്റ് പോർഷൻ കൂടി എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് ഇതിന് ശേഷമുള്ള പ്രോഗ്രാം പോയിന്റിലേക്ക് എക്സിക്യൂഷൻ പോകും. അതാണ് നമ്മളുടെ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സീക്വൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളൊരു മെയിൻ ഫംഗ്ഷനിൽ നിന്ന് വേറൊരു ഫംഗ്ഷൻ ആക്സസ് ചെയ്യുന്ന മെത്തേഡ്. സോ അതേസമയം റിക്കർഷനിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ടായിരിക്കും, ഒരു ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ഫംഗ്ഷൻ്റെ ബോഡി ഉണ്ട്. ഈ ഫംഗ്ഷൻ ബോഡിയിൽ നിന്ന് തന്നെ ഇഫ് യു ആർ കോളിങ് സെയിം ഫംഗ്ഷൻ ഇറ്റ് സെൽഫ്, ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇവിടെ നമുക്കൊരു ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഇല്ല എങ്കിൽ വേറൊരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസ് വരുന്നതായിരിക്കണം നമുക്ക്. സോ ഒരു ഫംഗ്ഷൻ നിന്നുകൊണ്ട് തന്നെ അതേ ഫംഗ്ഷനെ തന്നെ ഇൻവോക്ക് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ റിക്കർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഫംഗ്ഷൻ്റെ ഈ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം നമ്മൾ ഇൻവോക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ അതേ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും ഈ ഫംഗ്ഷൻ്റെ കോംപ്ലക്സിറ്റി കുറഞ്ഞു വരും. അതായത് ആ ഫംഗ്ഷൻ ഒരു ആർഗ്യുമെൻറ്റ്സിനെ ബേസ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ ആർഗ്യുമെൻറ്റ്സ് ഒരു ടെർമിനേറ്റിംഗ് കണ്ടീഷനിലേക്ക് പോകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വരിക. ഓക്കെ, സോ എന്തിനാണ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് നോക്കാം. അതിനെയാണ് നമ്മൾ ബേസ് കേസ് എന്ന് പറയുന്നത്. അണ്ടിലെ ബേസ് കേസ് റീച്ച്ഡ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫംഗ്ഷനിൽ നിന്ന് അതേ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ വീണ്ടും സെക്കൻഡ് ടൈംസ് ആ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ അത് മൂന്നാമതും ആ ഫംഗ്ഷനെ വിളിക്കും. സോ ഫസ്റ്റ് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഫംഗ്ഷൻ വിളിച്ചു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ നിന്ന് സെക്കൻഡ് ഇൻസ്റ്റൻസിലേക്ക് ഫംഗ്ഷൻ 2നെ വിളിക്കും. ഫംഗ്ഷൻ 2വിൽ നിന്ന് ഫംഗ്ഷൻ 3യെ വിളിക്കും. ഫംഗ്ഷൻ 3യിൽ നിന്ന് ഫംഗ്ഷൻ 4നെ വിളിക്കും. സോ ഇങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഈ ഫംഗ്ഷൻസ് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇൻഡെഫിനിറ്റിൽ നിന്ന് നമുക്കൊരു ടെർമിനേഷൻ കണ്ടീഷൻ വരണമെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ ബോഡിയിലെ ഒരു ടെർമിനേറ്റിംഗ് കണ്ടീഷൻ കൂടി നമ്മൾ കൊടുത്തിരിക്കണം. ആ ടെർമിനേറ്റിംഗ് കണ്ടീഷനെയാണ് നമ്മൾ ബേസ് കേസ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ബേസ് കേസ് എന്ന് പറയുന്നത്. Okay, so in other words, recursion allows a problem to be broken down into smaller, simpler versions of itself. ഓക്കെ, ആദ്യത്തിനേക്കാളും കോംപ്ലക്സിറ്റി കുറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ റിസൾട്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ എക്സിക്യൂഷൻ ആയിരിക്കും രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുമ്പോൾ, രണ്ടാമത്തെ പ്രാവശ്യം കോൾ ചെയ്യുമ്പോൾ കിട്ടുക. അതിനേക്കാൾ സിംപ്ലർ ആൻഡ് സ്മോളർ വേർഷൻ ഓഫ് ദി സെയിം ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ മൂന്നാമത് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ, അതിനേക്കാളും കുറഞ്ഞതായിരിക്കും നാലാമത്. സോ ആൻഡ് സോ അത് n ടൈംസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. ആ ഫംഗ്ഷൻ്റെ സിംപ്ലിസിറ്റി വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഫംഗ്ഷനെയും നമുക്ക് ഈ റിക്കർഷൻ ഫംഗ്ഷൻ ആക്കാൻ പറ്റില്ല. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് റിക്കർഷൻസ് ആ ഫംഗ്ഷനോട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, so this process continues until the function reaches a condition that does not involve further recursions. Okay, so നമ്മൾ ഈ ഫംഗ്ഷൻ ഇങ്ങനെ കോൾ ചെയ്ത് വന്നു. ഓക്കെ, n-1 ടൈംസ് ഇത് ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്തു. nth ടൈംസ് സെയിം ഫംഗ്ഷനെ വിളിക്കില്ല. ഓക്കെ, അതൊരു ടെർമിനേറ്റിംഗ് കണ്ടീഷൻ ആയിരിക്കും. ആ കണ്ടീഷൻ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ബേസ് കേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് നോൺ ആസ് ബേസ് കേസ്. വിത്തൗട്ട് എ പ്രോപ്പർ ബേസ് കേസ് റിക്കർഷൻസ് ക്യാൻ ലീഡ് ടു ഇൻഫൈനൈറ്റ് ലൂപ്പ്. സോ നമ്മൾ പ്രോപ്പറായിട്ട് ഈ ബേസ് കേസസ് കൊടുത്തിട്ടില്ല എങ്കിൽ
ഈ റിക്കേർഷൻ എന്ന് പറയുന്ന ഒരു ഡേഞ്ചറസ് ഫിനോമിനായിട്ട് മാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡേഞ്ചറസ് വർക്കായിട്ട് മാറും. ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്യാതെ ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിലേക്ക്, അതായത് ഫംഗ്ഷനിൽ നിന്ന് അതേ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, വീണ്ടും മൂന്നാമത്തെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, നാലാമതും ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, 5 ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, 6 ടൈംസ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഒരിക്കലും ടെർമിനേറ്റ് ആകാതെ ഒരു പോയിന്റിൽ നിന്ന് കറങ്ങി അതേ പോയിന്റിൽ തന്നെ വന്ന് ഇങ്ങനെ ഒരു സർക്കുലർ മോഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സർക്കുലർ സീക്വൻസ് ഓഫ് എക്സിക്യൂഷൻസ്, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാതെ ടെർമിനേറ്റ് ചെയ്യാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ റിക്കർഷൻ ഉപയോഗിക്കുമ്പോൾ. സോ ബേസ് കേസ് കണ്ടീഷൻ വരുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. Okay, so recursion is particularly useful for problems that can naturally be divided into smaller sub-problems, such as navigating tree structure. നമ്മൾ ട്രീ സ്ട്രക്ചർ നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. പെർഫോമിങ് ദ സെർച്ചസ്, ഗ്രാഫ് അൽഗോരിതം, ഗ്രാഫ് തിയറിയിൽ അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചറിൽ അവിടെയൊക്കെ നമുക്ക് സെർച്ചസിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റിക്കർഷൻ പ്രോസസ് ഉപയോഗിക്കാം. ഓർ സോൾവ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ലൈക്ക് ഫാക്ടോറിയൽസ് ആൻഡ് ഫിബനാക്കി നമ്പേഴ്സ്. സോ ഫാക്ടോറിയലോ ഫിബനാക്കി നമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് അതിൻ്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റിക്കർഷൻ യൂട്ടിലിറ്റി അല്ലെങ്കിൽ റിക്കർഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ്, വാട്ട് ആർ ദ റീസൺസ് ഫോർ യൂസിങ് റിക്കർഷൻ? സോ സിംപ്ലിഫൈസ് കോംപ്ലക്സ് പ്രോബ്ലംസ്. സോ ആസ് ഐ ടോൾഡ് യു, നമ്മൾ ഒരു വളരെ കോംപ്ലക്സിറ്റി കൂടിയ ഒരു പ്രോബ്ലമാണ്, എൻ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് വേണ്ടുന്ന ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിന് നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്നുകൊണ്ട് n-1 എക്സിക്യൂഷൻസ് വേണ്ടി വരുന്ന സെയിം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. n-1 നിന്നുകൊണ്ട് n-2 എക്സിക്യൂഷൻ വേണ്ടി വരുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. n-2 നിന്ന് n-3 എക്സിക്യൂഷൻ വേണ്ടി വരുന്ന കോൾ ചെയ്യുന്നു. n-3 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് n-1 ഐട്രേഷൻസ് അല്ലെങ്കിൽ 1 എക്സിക്യൂഷൻസ് വരുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതായിരിക്കും നമ്മളുടെ ബേസ് കേസ് കണ്ടീഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ കേസസ്. ഓക്കെ, സോ n-1 n-2 പകരം അത് n/2 ആകാം, n/4 ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, സോ ഓരോ പ്രാവശ്യം നമ്മൾ ഈ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ്റെ കോംപ്ലക്സിറ്റി ലെവൽ അല്ലെങ്കിൽ സിംപ്ലിസിറ്റി ലെവൽ ഇൻക്രീസ് ചെയ്യും, കോംപ്ലക്സിറ്റി ലെവൽ ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ്സ് ബിക്കം മോർ സിമ്പിൾ. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സിംപ്ലിഫൈസ് കോംപ്ലക്സ് പ്രോബ്ലം എന്ന് പറയാൻ കാരണം. സോ ഫോർ എക്സാമ്പിൾ കാൽക്കുലേറ്റിംഗ് ഫാക്ടോറിയൽസ് ഓർ ട്രാവേഴ്സിംഗ് ഹെറാർക്കിക്കൽ ഡാറ്റ സ്ട്രക്ചർ ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് മോർ നാച്ചുറലി വിത്ത് റിക്കർഷൻസ്. ഫാക്ടോറിയൽ കാണുന്ന പ്രോബ്ലം, ട്രീ സ്ട്രക്ചറിൽ ട്രാവേഴ്സ് ചെയ്യുന്ന മെത്തേഡ്സ്, ഇതൊക്കെ നമുക്ക് ഈ റിക്കർഷൻ പ്രോബ്ലം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. എഫിഷ്യൻറ്റ് ഫോർ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ്. ഓക്കെ, സോ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോംപ്ലിക്കേറ്റഡ് ടാസ്കിനെ ചെറിയ ചെറിയ സബ് പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഈ ഡിവൈഡ് ചെയ്ത പ്രോബ്ലത്തിന് നമുക്ക് ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആക്കി മാറ്റി ആ മൊഡ്യൂൾസിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓരോ മൊഡ്യൂൾസിൻ്റെയും റിസൾട്ട്സിൻ്റെ ടോട്ടലായിരിക്കും നമ്മളുടെ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കേസിൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഈ റിക്കർഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ മെർജ് സോർട്ടിൽ കണ്ടിട്ടുണ്ട്. മെർജ് സോർട്ടിൽ മെർജ് അണ്ടർസ്കോർ സോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ n എലമെൻറ്റ്സിനെ സോർട്ട് ചെയ്യാൻ നമ്മൾ കോൾ ചെയ്യുന്നു. n എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ n എലമെൻറ്റ്സിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ഫംഗ്ഷനിൽ നിന്ന് രണ്ട് n/2 ആൻഡ് n/2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും n/2 n/2 കോൾ ചെയ്യുന്നു. n/2 മെർജ് സോർട്ടിലേക്ക് കോൾ ചെയ്യുന്ന സമയത്ത് അത് n/4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും n/4നെ നമ്മൾ 2 പ്രാവശ്യം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഓക്കെ, സോ ഓരോ പ്രാവശ്യം n-ൽ നിന്ന് n/2ലേക്ക് മാറി, n/2 നിന്ന് n/4ലേക്ക് മാറി, n/4ൽ നിന്ന് അത് n/8ലേക്ക് മാറും. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ്റെ കോംപ്ലക്സിറ്റി ലെവൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റിക്കർഷൻസ് എന്ന് പറയുന്നത്. റിക്കർഷൻ allows these algorithms to split the problems into smaller problems, solve them recursively and combine their results efficiently. സോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ ആദ്യം n/16 ചെയ്തു. n/16 ആൻസർ ഉപയോഗിച്ച് n/8 ആൻസർ കണ്ടുപിടിച്ചു. n/8 ആൻസർ അത് n/4 ആൻസറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. n/4 ആൻസർ ഉപയോഗിച്ച് n/2 നമുക്ക് പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, കോംപ്ലക്സിറ്റി കുറച്ച് കൊണ്ടുവന്ന്. സോ എഫിഷ്യൻറ്റ് ഫോർ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം. നാച്ചുറൽ ഫോർ ട്രീ ആൻഡ് ഗ്രാഫ് ട്രാവേഴ്സൽ. സോ ട്രീ ആൻഡ് ഗ്രാഫ് ട്രാവേഴ്സൽ, ട്രീ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. ഒരു സപ്പോസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. 12, 99, 23, 43, 11,
91 ഇങ്ങനെ ഓരോ എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ട്രീ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമ്മൾ റൂട്ടായിട്ട് ഫിക്സ് ചെയ്യും. സേ 43 ആണ് നമ്മളുടെ റൂട്ട് എലമെൻറ്റ് എന്ന് വിചാരിക്കുക. എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ആദ്യത്തെ എലമെൻറ്റ്സിനെ എടുത്തു, അത് 12 ആണ്. 43 താഴെയാണ്, അത് നമ്മൾ ട്രീ സ്ട്രക്ചറിൻ്റെ ലെഫ്റ്റിൽ വയ്ക്കും. നെക്സ്റ്റ് എലമെൻറ്റ് 99 ആണ്. 99 നമ്മൾ റൈറ്റ് സൈഡിൽ വെക്കും. ഓക്കെ, ദെൻ അടുത്ത എലമെൻറ്റ് 23 ആണ്. 23 റൂട്ടിൻ്റെ ചെറുതാണ്, സോ 12 ലെഫ്റ്റിലേക്ക് വന്നു. 23 കമ്പയർ ചെയ്യുമ്പോൾ 23 ഗ്രേറ്റർ നമ്പറാണ്, സോ 12ൻ്റെ റൈറ്റിൽ നമ്മൾ 23 വയ്ക്കും. ദെൻ 43 വന്നു. 43 ഓൾറെഡി അത് നമ്മൾ റൂട്ടായിട്ട് ഫിക്സ് ചെയ്താണ്. 11 43ക്കാൾ സ്മോൾ ആണ്. 43 12നേക്കാൾ ലെസ് ആണ്, സോ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വെക്കും. ദെൻ അടുത്ത് 91 എന്ന് പറയുന്നത് ദിസ് എലമെൻറ്റ് വാസ് 99. 43ക്കാൾ ബിഗർ ആണ്. 99 വന്നു. 99 ആൻഡ് 91 കമ്പയർ ചെയ്യുമ്പോൾ 91 സ്മോളർ ആണ്, സോ നമ്മൾ ലെഫ്റ്റിൽ വെക്കും. ഈ രീതിയിൽ നമ്മൾ ഡാറ്റ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ പാക്ക് ചെയ്തതിന് ഒരു ടെക്നിക്കിന് പറയുന്ന പേരാണ് ട്രീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ട്രീ സ്ട്രക്ചറിൽ ഈ ഡാറ്റയെ നമുക്ക് റീഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ റിട്രീവ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് ചെയ്യണം. ഓക്കെ, സോ അതിനെ നമ്മൾ ട്രീ ട്രാവേഴ്സൽ എന്ന് പറയുന്നു. ഈ ട്രീ ട്രാവേഴ്സലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് റിക്കർഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു ബ്രാഞ്ചാണ് ഗ്രാഫ് തിയറി എന്ന് പറയുന്നത്. ഗ്രാഫ് തിയറി എന്ന് പറയുന്നത് കുറേ നോഡ്സ്, ഈ നോഡ്സുകളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബാർസ് ഉണ്ടായിരിക്കും, കണക്റ്റഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ഈ ലൈൻസും നോഡ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ലൈൻസിന് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും, അതിന് W എന്ന് പറയും. ഓക്കെ, സോ ഈ വെയിറ്റും ബ്രാഞ്ച് ഡീറ്റെയിൽസും നോഡ്സ് ഇൻഫർമേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സയൻസാണ് ഗ്രാഫ് തിയറി എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് തിയറിയിൽ നിന്ന് ഒരു നോഡിൽ നിന്ന് വേറൊരു നോഡിലേക്ക് ട്രാവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നോഡ്സുകളെല്ലാം എക്സ്പ്ലോർ ചെയ്യുക, ആ നോഡ്സുകളുടെ വെയിറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, ആ നോഡ്സിൻ്റെ ഇൻ്റർ കണക്ടിവിറ്റി ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിക്കർഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റും. So recursive functions are well suited for traversing. Traversing means exploring hierarchical structure like trees and graphs. For example, DFS, depth first search എന്ന് പറയുന്നത് ട്രീ സ്ട്രക്ചറിലും ഗ്രാഫ് സ്ട്രക്ചറിലും ഉപയോഗിക്കുന്ന ഒരു സെർച്ച് അൽഗോരിതമാണ്. യൂസസ് റിക്കർഷൻ ടു എക്സ്പ്ലോർ നോഡ്സ് ആൻഡ് എഡ്ജസ് സിസ്റ്റമാറ്റിക്കലി. ഓക്കെ, സോ ജസ്റ്റ് പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി റിക്കർഷൻസിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ എന്തിനാണ് റിക്കർഷൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ കോഡ് ക്ലാരിറ്റി ആൻഡ് ഇൻറ്റ്യൂഷൻ. റിക്കർസീവ് സൊല്യൂഷൻസ് ആർ ഓഫൻ ഷോർട്ടർ ആൻഡ് മോർ ഇൻറ്റ്യൂട്ടീവ് ടു അണ്ടർസ്റ്റാൻഡ് ദാൻ ഇറ്ററേറ്റീവ് കൗണ്ടർ പാർട്സ്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ മെർജ് സോർട്ടിന് എലമെൻറ്റ്സിനെ നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് n/2 ആൻഡ് n/2 ആയിട്ട് നമ്മൾ തിരിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, സോ രണ്ട് n/2 എലമെൻസിൻ്റെ അറേയുടെ റിസൾട്ട് സോർട്ട് ആയിരിക്കും നമ്മൾ എലമെൻറ്റ് സോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ എലമെൻറ്റ്സ് സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ n/2 എലമെൻറ്റ്സിനെ സോർട്ട് ചെയ്യണമെങ്കിൽ വി നീഡ് ടു കോൾ സം അനദർ ഫംഗ്ഷൻസ് വിച്ച് ആക്സെപ്റ്റ്സ് n/2 എലമെൻറ്റ്സ്, ആൻഡ് ഈ n/2 സോർട്ട് ചെയ്യാനായിട്ട് സെയിം ഫംഗ്ഷൻ ക്യാൻ യൂസ്ഡ്. ഈ n/2ലേക്ക് വരുമ്പോൾ അത് n/4 ആൻഡ് n/4 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. n/4 ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും വേറൊരു n/4 എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടി വരും. മേ ബി ദ ബോഡി മൈറ്റ് ബി സെയിം. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ഐറ്ററേറ്റീവ് ആയിട്ട് ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറൊരു ഫംഗ്ഷനിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ റിക്കർസീവ് പ്രോപ്പർട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ഫംഗ്ഷൻസിനെ യൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ അങ്ങനെ ഐറ്ററേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് കോഡ് ക്ലാരിറ്റി, വളരെ ക്ലിയർ ആയിരിക്കും ആ കോഡിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. കോഡ് എക്സിക്യൂഷൻ ഫ്ലോ നമുക്ക് അല്ലെങ്കിൽ പ്രോഗ്രാം ഡെവലപ്പറിനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും റിക്കർസീവ് പ്രോബ്ലംസ് ആണെങ്കിൽ. ദ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആൻഡ് മെമ്മോയിസേഷൻ. ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്, ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ്. അത് ഡൈനാമിക് പ്രോഗ്രാമിംഗിൽ വളരെ യൂസ്ഫുൾ ആയിട്ട്, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റിക്കർസീവ് ഫംഗ്ഷൻസ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ഒപ്റ്റിമൈസ്ഡ് വിത്ത് മെമ്മോയിസേഷൻ ടു സ്റ്റോർ ദ റിസൾട്ട് ഓഫ് എക്സ്പെൻസീവ് ഫംഗ്ഷൻ കോൾസ്. ഓക്കെ, സോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ എക്സിക്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ മെമ്മറി കൺസ്യൂം ചെയ്യുന്നതാണ്, വളരെ ടൈം കൺസ്യൂം ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. സോ ഈ ബ്ലോക്കിൻ്റെ റിസൾട്ട്സ്, ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്സ് ഫോർ എ പർട്ടിക്കുലർ ഇൻപുട്ട് എന്തായിരുന്നു എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ സെക്കൻഡ് കേസിലെ സെയിം ഫംഗ്ഷൻ വിത്ത് സെയിം ഇൻപുട്ട് ഇൻവോക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് എക്സിക്യൂട്ടിംഗ് ദിസ് കോഡ് നമുക്ക് അതിൻ്റെ റിസൾട്ട് മാത്രം കൊടുക്കാൻ പറ്റും. അങ്ങനെ മെമ്മോയിസേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ റിക്കർസീവ് ഫംഗ്ഷൻസിൻ്റെ ഫെസിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ബാക്ക് ട്രാക്കിംഗ് പ്രോബ്ലംസ്. റിക്കർഷൻസ് ആർ
is integral to backtracking algorithms used in solving puzzles and constraints problems like Sudoku solves for or n-queens problems. Okay, so ഒരു backtracking problem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു n-queens problem എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സയൻസിലെ ഒരു പ്രോഗ്രാമാണ്, ഒരു പ്രോബ്ലമാണ്. n-queens എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു n/n മെട്രിക്സിൽ ഒരു n/n ചെസ് ബോർഡിൽ നമുക്ക് n ക്യൂൻസിനെ അറേഞ്ച് ചെയ്യണം. സോ ദാറ്റ് ഒരു ക്യൂൻ മറ്റേ ക്യൂനിൻ്റെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു ക്യൂൻ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ക്യൂൻ ക്യാൻ ഗോ ദിസ് ഡയഗണൽ പാത്ത്, ദിസ് വെർട്ടിക്കൽ ഡയറക്ഷൻ ആൻഡ് ദിസ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഓക്കെ, സോ ഇതിൻ്റെ പാത്തിൽ വരാത്ത രീതിയിൽ നമ്മൾ അടുത്ത ക്യൂവിനെ പ്ലേസ് ചെയ്യണം. ഓക്കെ, സോ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ n-queens പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, സുഡോക്കു ഫേമസ് പ്രോബ്ലമാണ്, അറിയാവുന്നതാണ്. 1 to 9 നമ്പേഴ്സിന് നമുക്ക് റോ വൈസ് ആൻഡ് കോളം വൈസ് ആൻഡ് ബ്ലോക്ക് വൈസ് അറേഞ്ച് ചെയ്യണം വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ സെയിം നമ്പർ ഇൻ ദ സെയിം റോ ആൻഡ് സെയിം കോളം ആൻഡ് സെയിം ബ്ലോക്ക്. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അൽഗോറിതംസ് യൂസ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മിക്കവാറും ഈ റിക്കർഷൻ ഫംഗ്ഷൻസിന് യൂസ് ചെയ്തിട്ടായിരിക്കും. ദെൻ യൂണിവേഴ്സൽ applicability. Okay, so recursion provides a universal mechanism to solve the problems that involve repetitive operations regardless of the specific problem domain. Okay, so recursive problems വെച്ച് നമ്മൾ ഇനി വരുന്ന എക്സാമ്പിളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഈ റിക്കർസീവ് പ്രോബ്ലം ഇല്ലാതെ അല്ലെങ്കിൽ റിക്കർഷൻ യൂസ് ചെയ്യാതെ പ്രോബ്ലം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ദറ്റ് കോഡ് കോംപ്ലക്സിറ്റി വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ യൂസിങ് ദ what you call the recursion function. ഓക്കെ, സോ അത് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നമ്മളുടെ റിക്കർഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ റിക്കർസീവ് ഫംഗ്ഷൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഒരു ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള, ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. സോ പ്രോബ്ലം ഈസ് വെരി സിമ്പിൾ. ഡെഫിനിഷൻ, പ്രോഗ്രാം ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡിക്ലെയർ ചെയ്തു. ദെൻ ഫാക്ടോറിയൽ ഫംഗ്ഷൻ നെയിമാണ്. ഇറ്റ് അക്സെപ്റ്റ്സ് ആൻ ആർഗ്യുമെൻറ്റ്, എൻ എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് അക്സെപ്റ്റ് ചെയ്തു. ഇനി n=0 നമ്മൾ പ്രോഗ്രാം ബോഡിയിലേക്ക് വരുമ്പോൾ ഇഫ് n=0 റിട്ടേൺ 1 അല്ലെങ്കിൽ എൽസ് റിട്ടേൺ n ഇൻറ്റു ഫാക്ടോറിയൽ n-1. ഓക്കെ, സോ ഈ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ 1. Otherwise, it will return n into factorial of n-1. So, ഈ factorial of n implement, for example, n ന്റെ വാല്യൂ 5 ആണെങ്കിൽ factorial of 5 implement ചെയ്യുമ്പോൾ then we are calling n=0 ആണ് ചെക്ക് ചെയ്തു, 5 not equal to 0 ആണ്. ഓക്കെ, സോ അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യില്ല, റിട്ടേൺ ചെയ്യുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ദെൻ 5 ഇൻറ്റു വീണ്ടും ഫാക്ടോറിയൽ ഓഫ് n-1, ഫാക്ടോറിയൽ 4 വന്നു. സോ ഫാക്ടോറിയൽ 5 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നേരത്ത് വി ആർ കോളിംഗ് ദ സെയിം ഫംഗ്ഷൻ വിത്ത് വേരിയബിൾ n ചേഞ്ച്ഡ് ഫ്രം 5 to 4. ഓക്കെ, സോ ഫാക്ടോറിയൽ 5 ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഫാക്ടോറിയൽ 4 നമ്മൾ കോൾ ചെയ്യും. സോ ഫാക്ടോറിയൽ 5ൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ ഈ ബോഡിയിൽ തന്നെ ഫാക്ടോറിയൽ 4 നമ്മൾ കോൾ ചെയ്തു. സോ ഫാക്ടോറിയൽ 5 പ്രോഗ്രാം എക്സിക്യൂഷൻ വന്നു, ഫാക്ടോറിയൽ 4 വിളിച്ചു. ഓക്കെ, സോ ഫാക്ടോറിയൽ 4ലേക്ക് ഫംഗ്ഷൻ പോവും, എക്സിക്യൂഷൻ ഫാക്ടോറിയൽ 4ലേക്ക് പോവും. ഫാക്ടോറിയൽ 4ലേക്ക് വരുമ്പോൾ 4ൻ്റെ വാല്യൂ 0 ആണോ അല്ല. അപ്പോൾ എഗെയിൻ ദാറ്റ് ഈസ് ബിക്കം 4 ഇൻറ്റു ഫാക്ടോറിയൽ 3. അതായത് 4 ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫാക്ടോറിയൽ 3 വിളിക്കേണ്ടി വരും. സോ ഫംഗ്ഷൻ എക്സിക്യൂഷൻ വേറൊരു സ്റ്റേജിലേക്ക് പോകും, ഫാക്ടോറിയൽ 3യിലേക്ക് പോകും. ഫാക്ടോറിയൽ 3യിലേക്ക് വരുമ്പോൾ 3=0 ആണെന്ന് നോക്കും, അല്ല 3 ഇൻറ്റു ഫാക്ടോറിയൽ 2 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകും. സോ ഫാക്ടോറിയൽ 2 ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് പ്രോഗ്രാം എക്സിക്യൂഷൻ ഫാക്ടോറിയൽ 2യിലേക്ക് പോകും. ഫാക്ടോറിയൽ 2യിലേക്ക് പോകുമ്പോൾ 2=0 ആണ് ചെക്ക് ചെയ്യും, അല്ല റിട്ടേൺ 2 ഇൻറ്റു ഫാക്ടോറിയൽ 1. ഓക്കെ, സോ ഫാക്ടോറിയൽ 1 ഇവിടുന്ന് പ്രോഗ്രാം എക്സിക്യൂഷൻ ഫാക്ടോറിയൽ 1ലേക്ക് പോകും. ഓക്കെ, ഫാക്ടോറിയൽ 1ലേക്ക് പോകുമ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ എന്ന് പറയുന്നത് 1=0 അല്ല, സോ 1 ഇൻറ്റു ഫാക്ടോറിയൽ 0.
സീറോയിലേക്ക് എത്തുമ്പോൾ അതിനാണ് നമ്മൾ ബേസ് കേസ് എന്ന് പറയുന്നത്. എന്നിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ n=0 എത്തും, റിട്ടേൺ 1. പിന്നെ നമ്മൾ വീണ്ടും ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നില്ല, ആ ഫംഗ്ഷൻ കോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സോ എന്നിൻ്റെ വാല്യൂ 0 ആയപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് 1 ആണ്, ഫംഗ്ഷൻ അല്ല റിട്ടേൺ ചെയ്യുന്നത്. സോ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാത്ത ഒരു കേസ്, അതിനാണ് നമ്മൾ ബേസ് കേസ് എന്ന് പറയുന്നത്. സോ റിക്കേർഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ബോഡിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ബേസ് കേസ് വരുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം. അങ്ങനെ ഒരു ബേസ് കേസ് വന്നിട്ടില്ല എങ്കിൽ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ ആയിരിക്കും നമ്മളുടെ ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഒരിക്കലും ടെർമിനേറ്റ് ആകാത്ത ഇൻഡെഫിനിറ്റ് ആയിട്ടൊരു ലൂപ്പിലേക്ക്, ഇൻഫൈനൈറ്റ് ആയ ഒരു ലൂപ്പിലേക്ക് നമ്മളുടെ എക്സിക്യൂഷൻസ് പോകും. ഓക്കെ, സോ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, n=0 അല്ലെങ്കിൽ ഒരു ബേസ് കേസ് കണ്ടീഷൻ വരുന്ന സിറ്റുവേഷൻ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പ്രോഗ്രാമിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമാണ് ഈ ഫാക്ടോറിയൽ എന്നും അല്ലെങ്കിൽ റിക്കേർഷൻസ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ദ കോൾ സ്റ്റാക്ക്. എന്താണ് കോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്? സോ കോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഫോർ പൈത്തൺ, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ മെത്തേഡാണ് കോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. Okay, so the call stack is a fundamental data structure used by the programming languages to manage the function calls. ഫംഗ്ഷൻ കോൾ മാനേജ് ചെയ്യാൻ വേണ്ടി റിക്കർഷൻ മാത്രമല്ല, ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറൊരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ കോൾസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറാണ്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ലിഫോ എന്ന് പറയും, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. മീനിങ് ദ മോസ്റ്റ് റീസെൻ്റ്ലി കോൾഡ് ഫംഗ്ഷൻ ഇസ് ദ ഫസ്റ്റ് ടു കംപ്ലീറ്റ്. അപ്പോൾ ഏറ്റവും അവസാനം കോൾ ചെയ്ത ഫംഗ്ഷൻ അതിൻ്റെ വാല്യൂ ആയിരിക്കും ഏറ്റവും ആദ്യം റിട്ടേൺ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ വെൻ എ ഫംഗ്ഷൻ ഈസ് കോൾഡ്, ഒരു ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് എന്താണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്? എ സ്റ്റാക്ക് ഫ്രെയിം ഈസ് ക്രിയേറ്റഡ് ഫോർ ദാറ്റ് ഫംഗ്ഷൻ. ദിസ് ഫ്രെയിം കണ്ടെയ്ൻസ് ഇൻഫർമേഷൻസ് ലൈക്ക് ദ ഫംഗ്ഷൻസ് പാരാമീറ്റേഴ്സ്, ലോക്കൽ വേരിയബിൾസ് ആൻഡ് റിട്ടേൺ അഡ്രസ്. സോ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വെൻ എ ഫംഗ്ഷൻ കോൾ, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ. fun1 ആർഗ്യുമെന്റ്സ് arg1 arg2. okay, there are some variables here, there are some return address here or return statement here. ഈ ഫംഗ്ഷൻ വണ്ണിന് തന്നെ നമ്മളുടെ മെമ്മറിയിൽ എവിടെയാണ്, ഏത് ലൊക്കേഷൻസിലാണ് ആ മെമ്മറിയിൽ ആ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ അഡ്രസ് ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഒരു മെയിൻ ഫംഗ്ഷനിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷനിൽ നിന്നോ കോൾ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിം ഉണ്ട്. ഓക്കെ, ഇറ്റ് വിൽ ജനറേറ്റ് എ ഫ്രെയിം. ആ ഫ്രെയിമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും, ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ആ ഫംഗ്ഷൻസിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസും അതിൻ്റെ വാല്യൂസും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇത്രയും ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് സ്റ്റാക്ക് ഫ്രെയിം ഈസ് ക്രിയേറ്റഡ്. അതിനുശേഷം ഇത്ര ഇൻഫർമേഷൻസ് ഉപയോഗിച്ച്, ഏതൊക്കെയാണ് ഇൻഫർമേഷൻസ് ലൈക്ക് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്, ലോക്കൽ വേരിയബിൾസ് ആൻഡ് റിട്ടേൺ അഡ്രസ്സ്. ഈ വേരിയബിൾസും ഈ റിട്ടേൺ അഡ്രസ്സും അതിൻ്റെ ആർഗ്യുമെൻറ്റ്സും അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വാല്യൂസും എന്തെല്ലാം ഇൻഫർമേഷൻസ് ഉണ്ടോ ഇതെല്ലാം ഉപയോഗിച്ച് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യും, ഒരു ഡാറ്റ സ്ട്രക്ചർ, ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യും. ആ വാല്യൂവിൽ ഫംഗ്ഷൻസിൻ്റെ അഡ്രസ്സിന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, ഫംഗ്ഷൻസിൻ്റെ വേരിയബിൾ നെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിഫറെൻറ്റ് എന്തൊക്കെയാ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടോ അതെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ഒരു ഫ്രെയിം ഈ കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ അതിനാണ് നമ്മൾ സ്റ്റാക്ക് ഫ്രെയിം എന്ന് പറയുന്നത്.
Okay, so let's say when frame is or a function is called, a frame is pushed on to stack. So കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ മെമ്മറി, ഒരു മെമ്മറി മാത്രമാണ്. അതിനൊരു ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും, ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും ആ സ്റ്റാക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ആദ്യം ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് വി ഹാവ് ഫംഗ്ഷൻ 1, function 1, and then function 2, then function 3. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ മെയിൻ പ്രോഗ്രാമിലുള്ളത്. സോ ബിറ്റ്വീൻ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ഫംഗ്ഷൻ 1നെ വിളിക്കും, ഫംഗ്ഷൻ 1ൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ഫംഗ്ഷൻ 3 വിളിക്കും, ഫംഗ്ഷൻ 3യിൽ നിന്ന് ചിലപ്പോൾ ഫംഗ്ഷൻ 2നെ വിളിക്കും, മെയിൻ ഫംഗ്ഷനിൽ നിന്ന് തന്നെ ഫംഗ്ഷൻ 2നെ വിളിക്കും. സോ ആ രീതിയിലാണ് നമ്മളുടെ പ്രോഗ്രാം ഫ്ലോ എന്ന് പറയുന്നത്. സോ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് fun1 എന്ന് പറയുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ 1 ആദ്യം പറഞ്ഞതുപോലെ അതിൻ്റെ ഡാറ്റ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യും. സോ ആദ്യമായിട്ട് വിളിച്ചിരിക്കുന്നതാണ് നമ്മൾ ഫംഗ്ഷൻ 1. സോ നമ്മളുടെ സ്റ്റാക്ക് എവിടെയാണോ ആ സ്റ്റാക്കിൻ്റെ മെമ്മറി അഡ്രസ്സിലേക്ക് ഫംഗ്ഷൻ 1ൻ്റെ ഫ്രെയിം 1 നമ്മൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്യും. Okay, so frame 1 contains all informations about function 1. Then function 1ൽ നിന്നാണ് നമ്മൾ ചിലപ്പോൾ function 3 കോൾ ചെയ്യുന്നത്. സോ function 3 കോൾ ചെയ്യുന്ന സമയത്ത് again computer will perform the frame creation related to function 3. സോ function 3യുടെ അഡ്രസ്സ് എവിടെയാണ്, function 3യിലുള്ള വേരിയബിൾസ് എന്തൊക്കെയാണ്, function 3യുടെ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് function 3യുടെ ഇൻഫർമേഷൻസ് സ്റ്റാക്കിലേക്ക് അതിൻ്റെ പുഷ് ഓപ്പറേഷൻസ് എന്ന് പറയും. ഇറ്റ് വിൽ പുഷ്. ഓക്കെ, ദെൻ ഫംഗ്ഷൻ 3യിൽ നിന്ന് സപ്പോസ് നമ്മൾ ഫംഗ്ഷൻ 2നെ കോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഫംഗ്ഷൻ 2നെ കോൾ ചെയ്യുന്ന സമയത്ത് എഗെയിൻ ഫംഗ്ഷൻ 2 ഫ്രെയിം 2 ക്രിയേറ്റ് ചെയ്യും, ഫ്രെയിം 2. ഇത് ഫ്രെയിം 3 ആയിരുന്നു. നൗ ഫ്രെയിം 2 ക്രിയേറ്റ് ചെയ്യും, കാരണം നമ്മൾ ഫംഗ്ഷൻ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം എക്സിക്യൂഷൻ മെയിൻ ആണ്. മെയിൻ നിന്ന് ഫംഗ്ഷൻ 1 കോൾ ചെയ്തു, ഫംഗ്ഷൻ 1ൽ നിന്ന് ഫംഗ്ഷൻ 3 കോൾ ചെയ്തു, ഫംഗ്ഷൻ 3യിൽ നിന്ന് നമ്മൾ ഫംഗ്ഷൻ 2 ക്രിയേറ്റ് ചെയ്തു. സോ ഫ്രെയിം 1 ഫംഗ്ഷൻ 1 കറസ്പോണ്ടിങ് ആയിട്ട്, ദെൻ ഫ്രെയിം 3 ഫംഗ്ഷൻ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, ദെൻ ഫംഗ്ഷൻ 3യിൽ നിന്ന് ഫംഗ്ഷൻ 2 ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഫ്രെയിം 2 നമ്മൾ ഇവിടെ സേവ് ചെയ്ത് വെക്കും. ഓക്കെ, സോ സ്റ്റാക്കിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ഫ്രെയിം 1 കോൾ ചെയ്തു, ഫംഗ്ഷൻ 1 കോൾ ചെയ്തുകൊണ്ട് ആദ്യം നമ്മൾ ഫ്രെയിം 1 ലോഡ് ചെയ്തു. ഫ്രെയിം 1ലുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ 1ൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ദെൻ മെയിൻ ഫംഗ്ഷൻ 1ൽ നിന്ന് നമ്മൾ ഫംഗ്ഷൻ 3 ആണ് വിളിച്ചത്, അതുകൊണ്ട് അടുത്ത ലൊക്കേഷനിൽ അല്ലെങ്കിൽ സ്റ്റാക്കിൻ്റെ നെക്സ്റ്റ് പോയിന്റിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുക ഫ്രെയിം 3 ആണ്. ഫ്രെയിം 3യിലുള്ളത് ഫംഗ്ഷൻ 3യുടെ ഇൻഫർമേഷൻസ് ആണ്, ഫംഗ്ഷൻ 3യുടെ അഡ്രസ് ഉണ്ട്, ഫംഗ്ഷൻ 3യുടെ ആർഗ്യുമെന്റ്സ് ഉണ്ട്, ഫംഗ്ഷൻ 3യിലുള്ള വേരിയബിൾസ് ഉണ്ട്. സോ ഇതെല്ലാം സ്റ്റോർ ചെയ്തുകൊണ്ട് നമ്മൾ ഫ്രെയിം 3 സ്റ്റാക്കിലേക്ക് വെച്ചു. ദെൻ ഫംഗ്ഷൻ 3യിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഫംഗ്ഷൻ 2നെ വിളിച്ചിരിക്കുന്നത്, 3യിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഫംഗ്ഷൻ 2നെ വിളിച്ചിരിക്കുന്നത്. സോ അത് കോൾ ചെയ്യുന്ന സമയത്ത് ഫ്രെയിം 2ൻ്റെ ഇൻഫർമേഷൻസ് ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. സോ സ്റ്റാക്ക് ഓപ്പറേഷൻ നമ്മൾ ഓരോ പ്രാവശ്യം ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് ഈ രീതിയിൽ സ്റ്റാക്ക് ഓപ്പറേഷൻസ് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. സ്റ്റാക്ക് മെമ്മറി അടുത്ത ലൊക്കേഷൻസ് റെഡി ആയിട്ട് നിൽക്കും. ദെൻ ഫംഗ്ഷൻ 2ൽ നിന്ന് നമ്മൾ വേറൊരു ഫംഗ്ഷൻ വിളിക്കുന്നില്ല എങ്കിൽ ഫംഗ്ഷൻ 2 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫംഗ്ഷൻ 2 എവിടെ നിന്നാണോ വിളിച്ചത്, ഫംഗ്ഷൻ 2 വിളിച്ചിരിക്കുന്നത് ഫംഗ്ഷൻ 3യിൽ നിന്നാണ്. സോ ഫംഗ്ഷൻ 3യുടെ ഏത് പാർട്ടിൽ നിന്നാണ്, ഏത് പോയിന്റിലാണ് ഫംഗ്ഷൻ 2നെ വിളിച്ചിരിക്കുന്നത്, ആ പോയിന്റിലേക്ക് തന്നെ ഫംഗ്ഷൻ 2ൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ നമ്മളുടെ കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ പോകണം. സോ നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ 1ൽ നിന്ന് നമ്മൾ ഫംഗ്ഷൻ 2നെ വിളിച്ചു, ഫംഗ്ഷൻ 1ൽ നിന്ന് ഫംഗ്ഷൻ 3യെ വിളിച്ചു. ഫംഗ്ഷൻ ഇതാണ് മെയിൻ, ഇതാണ് ഫംഗ്ഷൻ 1, ഇതാണ് ഫംഗ്ഷൻ 2, ഇതാണ് ഫംഗ്ഷൻ 3 എന്ന് പറയുന്നത്. സോ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ ഫംഗ്ഷൻ 1നെ വിളിച്ചു, ഫംഗ്ഷൻ 1ൻ്റെ ഈ പാർട്ടിൽ നിന്ന് നമ്മൾ ഫംഗ്ഷൻ 3യെ വിളിച്ചു, ഫംഗ്ഷൻ 3യുടെ ഈ പാർട്ടിൽ നിന്ന് നമ്മൾ ഫംഗ്ഷൻ 2നെ വിളിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ, അങ്ങനെയുള്ള ഫ്ലോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ പോകുന്നത്. സോ ഫംഗ്ഷൻ 2നെ കംപ്ലീറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പ്രോഗ്രാം ആദ്യം മുതൽ ലാസ്റ്റ് വരെ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ കഴിഞ്ഞു. പ്രോഗ്രാം എക്സിക്യൂഷൻ കഴിയുമ്പോൾ വീണ്ടും പ്രോഗ്രാം എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാനായിട്ട് കമ്പ്യൂട്ടർ വിൽ ഗോ ഇൻ ടു ദ
സ്റ്റാക്ക്. സോ സ്റ്റാക്കിലേക്ക് പോകുമ്പോൾ സ്റ്റാക്കിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളത് ഇവിടെ ആയിരിക്കും നമ്മൾ സ്റ്റാക്ക് മെമ്മറിയുടെ അഡ്രസ്സ് ഇപ്പോൾ കിടക്കുക. സോ ഫ്രെയിം ടുവിൻ്റെ ഇൻഫർമേഷൻസ് ആണ്. സോ ഫ്രെയിം ടുവിൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ അതിൻ്റെ റിട്ടേൺ അഡ്രസ്സ് അതിനകത്തുണ്ടായിരിക്കും. സോ ഫ്രെയിം ടുവിൻ്റെ ഇൻഫർമേഷൻസ് റീഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫ്രെയിം ത്രീയുടെ അഡ്രസ്സ് കിട്ടും. സോ അതിൻ്റെ അർത്ഥം ഫ്രെയിം ടു ഫംഗ്ഷൻ ടു എവിടെ നിന്നാണോ വിളിച്ചത് ആ ലൊക്കേഷൻ അതിൻ്റെ ഇൻഫർമേഷൻസും അതിൻ്റെ ഫംഗ്ഷൻ ത്രീയുടെ അഡ്രസ്സും അങ്ങനെ തന്നെ കമ്പ്യൂട്ടർ റീഡ് ചെയ്തിട്ട് ഇവിടുന്ന് എക്സിക്യൂഷൻ നേരെ ഈ ലൊക്കേഷനിലേക്ക് പോകും. ഇവിടെ നിന്നാണോ നമ്മൾ ഫംഗ്ഷൻ ടുവിനെ വിളിച്ചിരിക്കുന്നത്. ഫംഗ്ഷൻ ടു അവിടെ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. എവിടേക്കാണ് തിരിച്ചു പോകേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ നമ്മളുടെ സ്റ്റാക്കിൽ നിന്ന് കിട്ടും. സ്റ്റാക്കിൽ ഇവിടെ ഉള്ളത് ഫ്രെയിം ടു ഇൻഫർമേഷൻസ് ആണ്. ഫ്രെയിം ടു ഇൻഫർമേഷൻസ് റീഡ് ചെയ്ത് ആ ഇൻഫർമേഷൻസ് എവിടേക്കാണോ തിരിച്ചു പോകേണ്ടത് അതിൻ്റെ ഡാറ്റ കിട്ടും. സോ ഫംഗ്ഷൻ ടു വിളിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ്. അതിൻ്റെ യൂട്ടിലിറ്റി കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാം എക്സിക്യൂഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഫംഗ്ഷൻ ടുവിലേക്ക് വന്നത്, ഫംഗ്ഷൻ ത്രീയിലേക്ക് വന്നത്, ഫംഗ്ഷൻ ത്രീയിൽ നിന്ന് വന്നത് ഫംഗ്ഷൻ വണ്ണിലേക്കാണ്. സോ ഫംഗ്ഷൻ വണ്ണിലേക്ക് പോകേണ്ട അഡ്രസ്സ് ഇവിടെ ഈ ഫ്രെയിമിൽ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഈ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ ഈ പോയിന്റിലേക്ക് വരും. അവിടുന്ന് ഫംഗ്ഷൻ വൺ എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രോഗ്രാം എക്സിക്യൂഷൻ മെയിൻ ഫംഗ്ഷനിലേക്ക് പോകും. സോ ഇങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സ്റ്റാക്കിൽ മെമ്മറി അല്ലെങ്കിൽ ഡാറ്റയെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻ കോളിനെ മാനേജ് ചെയ്യുന്നത്. അതിന് ആ അറേഞ്ച്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ എ ഫംഗ്ഷൻ ഫിനിഷ് എക്സിക്യൂഷൻ, ഒരു എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ മെയിനിൽ നിന്ന് ഫംഗ്ഷൻ വണ്ണിൽ നിന്ന് ത്രീയിൽ നിന്ന് ടു കംപ്ലീറ്റ് ആയതിനു ശേഷം ഫ്രെയിം ഈസ് പോപ്ഡ്. പോപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്ത് ആ ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പോപ്പിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. പോപ്ഡ് ഫ്രം ദ സ്റ്റാക്ക് ആൻഡ് കൺട്രോൾ റിട്ടേൺസ് ടു ദ കോളിംഗ് ഫംഗ്ഷൻ. സോ ഫംഗ്ഷൻ ടു നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫംഗ്ഷൻ ടു കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ടുവിനെ എവിടുത്തെ ഫംഗ്ഷനാണോ വിളിച്ചത്, ഫംഗ്ഷൻ നമ്മൾ പറയാം ഫംഗ്ഷൻ ത്രീയിൽ നിന്നാണ് ടുവിനെ വിളിച്ചത്. സോ ഫംഗ്ഷൻ ത്രീയിലേക്ക് തന്നെ തിരിച്ചു പോകും. കൺട്രോൾ റിട്ടേൺസ് ടു കോളിംഗ് ഫംഗ്ഷൻ. കോളിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ടുവിനെ വിളിച്ചിരിക്കുന്നത് ഫംഗ്ഷൻ ത്രീ ആണ്. സോ ടു കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫംഗ്ഷൻ ത്രീയിലേക്ക് പോകും. സോ ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിക്കേർഷൻ വർക്ക് ചെയ്യുന്നത്. സോ ഇൻ റിക്കേർഷൻ ഈച്ച് റിക്കേഴ്സീവ് കോൾസ് ആഡ്സ് ന്യൂ ഫ്രെയിം ടു ദ സ്റ്റാക്ക് അണ്ടിൽ ദ ബേസ് കേസ് ഈസ് റീച്ച്ഡ്. സോ നമ്മൾ റിക്കേർഷൻ വിളിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മളുടെ സ്റ്റാക്ക് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യത്തെ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു, മെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്തു, അതിനെ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ F1 റെപ്രസെൻറ്റ് ചെയ്തു. F1ൽ നിന്ന് കോൾ ചെയ്യുന്ന സമയത്ത് F1ൻ്റെ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ഇവിടെ ലോഡ് ചെയ്ത് വെച്ചു. ദെൻ F1ൽ നിന്ന് നമ്മൾ F2നെ വിളിച്ചു. F2 ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് ആ സമയത്തുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസും ഫംഗ്ഷൻ്റെ സ്റ്റാറ്റസും റിട്ടേൺ അഡ്രസ്സും എല്ലാം നമ്മൾ F2 സെയിം ഫംഗ്ഷൻ്റെ തന്നെയാണ് രണ്ടാമത്തെ ഇൻസ്റ്റൻസിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചു. F2ൽ നിന്ന് നമ്മൾ F3 വിളിക്കും. F3യിൽ വാല്യൂസ് മാറിയിട്ടുണ്ടായിരിക്കും. സോ അതിൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ F3യിലേക്ക് സ്റ്റാക്കിലേക്ക് വയ്ക്കും. F3യിൽ നിന്ന് നമ്മൾ വീണ്ടും അടുത്ത പ്രാവശ്യം റിക്കർഷനെ വിളിക്കുമ്പോൾ അവിടുത്തെ ഫ്രെയിം ഇൻഫർമേഷൻസ് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സോ ഈ രീതിയിൽ എത്ര പ്രാവശ്യം നമ്മൾ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നുണ്ടോ ആ ഓരോ പ്രാവശ്യവും ആ ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റാക്കിലേക്ക് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ ബേസ് കേസ് കണ്ടീഷൻ എത്തിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഫംഗ്ഷൻ കോൾ ചെയ്യുന്നില്ല. ഫംഗ്ഷൻ കോൾ ചെയ്യാത്ത കേസിൽ അത് ബേസ് കേസ് കണ്ടീഷനാണ്. ബേസ് കേസ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഡാറ്റ വിൽ ബി returned from the computer, from the stack in the reverse order, resolving each recursive call step by step. Stack operations during recursive call. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മളെ ഫങ്ഷൻസ് കോൾസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഒരു എക്സാമ്പിളാണ് നമ്മളെ സ്റ്റാക്ക് ഓപ്പറേഷൻ ഡ്യൂറിങ് റിക്കേഴ്സീവ് കോൾ. റിക്കേർഷൻ വിളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സ്റ്റാക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ സെയിം എക്സാമ്പിൾ തന്നെ ഫാക്ടോറിയൽ വിളിച്ചു, ബേസ് കേസ് കണ്ടീഷൻ ചെക്ക് ചെയ്തു, ദെൻ ബേസ് കേസ് അല്ലെങ്കിൽ ഫാക്ടോറിയൽ N-1നെ കോൾ ചെയ്തു. N-1ൽ നിന്ന് നമ്മൾ N-2നെ കോൾ ചെയ്യും. സോ റിസൾട്ട് എന്ന് പറയുന്നത് ഫാക്ടോറിയൽ ഓഫ് 3 ആണ്. സോ ഈ പെർട്ടിക്കുലർ എക്സാമ്പിളിൽ റിസൾട്ട് ഈസ് ഈക്വൽ ടു ഫാക്ടോറിയൽ 3 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്. സോ ഫംഗ്ഷൻ 1 എന്ന് പറയുന്നത് നമ്മൾ ഫാക്ടോറിയൽ 3യെ വിളിച്ചു. സോ മെയിൻ ഫംഗ്ഷൻ നമ്മൾ സ്റ്റാക്കിലേക്ക് മെയിൻ ഫംഗ്ഷനിലെ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു.
ഓക്കെ, അവിടെ നിന്നാണ് കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് പോവുക. ഓക്കെ, സോ ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആണ്. എന്നിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ ഇൻഫർമേഷൻസിൽ n ഈക്വൽ ടു 3 ആണ്. ദെൻ സി 3 നോട്ട് ഈക്വൽ ടു 0 ആണ്. ദെൻ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2. സോ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 വിളിച്ചു. ഓക്കെ, സോ എഗെയിൻ അടുത്ത ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ എന്താ ചെയ്യുക, ഫംഗ്ഷൻ ടൂവിൻ്റെ ഫാക്ടോറിയൽ ടൂവിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ 3യുടെ ഇൻഫർമേഷൻസ്, എന്നിൻ്റെ വാല്യൂ, അതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഫ്രെയിം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഫാക്ടോറിയൽ 3യുടെ അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കും. ഫാക്ടോറിയൽ 3യിൽ നിന്നാണ് ഫാക്ടോറിയൽ 2ലേക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം ഫാക്ടോറിയൽ 2ലേക്ക് വന്നു. ഫാക്ടോറിയൽ 2ലേക്ക് വരുമ്പോൾ n ഈക്വൽ ടു 2 ആയി. n ഈക്വൽ ടു 2 ആകുമ്പോൾ 0 അല്ല, സോ n ഇൻറ്റു 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1 ആയിട്ട് മാറി. ഓക്കെ, സോ ഫാക്ടോറിയൽ 1 ആയപ്പോൾ ഫാക്ടോറിയൽ 2വിൻ്റെ ഇൻഫർമേഷൻസ് അവിടെ ഫ്രെയിമിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ദെൻ ഫാക്ടോറിയൽ 2വിൻ്റെ ഇൻഫർമേഷൻ സേവ് ചെയ്തിട്ട് ഫാക്ടോറിയൽ 1 എക്സിക്യൂട്ട് ചെയ്യാൻ പോകും. ഫാക്ടോറിയൽ 1 എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ 1 ആണ്. റിട്ടേൺ ബേസ് കണ്ടീഷൻ ആയിട്ടില്ല. 1 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 0 ആയിട്ട് മാറി. ദെൻ ഫാക്ടോറിയൽ 0യിലേക്ക് പോയി. 0യിലേക്ക് പോകുമ്പോൾ ഫാക്ടോറിയൽ ഓഫ് 1ൻ്റെ ഇൻഫർമേഷൻസ് അവിടെ സേവ് ചെയ്ത് വെച്ചു, ഫ്രെയിം അവിടെ സേവ് ചെയ്ത് വെച്ചു. ദെൻ ഫാക്ടോറിയൽ 0 ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 0 ആയി. ബേസ് കേസ് കണ്ടീഷൻ എത്തി. റിട്ടേൺ 1. ഫാക്ടോറിയൽ നമ്മൾ പിന്നെ വിളിക്കുന്നില്ല, 1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. സോ ആൻസർ ഈസ് 1. സോ ആ ആൻസർ ആയിട്ട് എക്സിക്യൂഷൻ അവിടെ കംപ്ലീറ്റ് ആയി. റിട്ടേൺ ബൈ. റിട്ടേൺ ആയപ്പോൾ വീണ്ടും എന്താ ചെയ്യുക, നമ്മളുടെ പോപ്പ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഫാക്ടോറിയൽ 1ൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യും. ഫാക്ടോറിയൽ 1ൻ്റെ ഇൻഫർമേഷൻസിൽ എന്താണുള്ളത്, ഫാക്ടോറിയൽ 1ൻ്റെ ഇൻഫർമേഷൻ ഉള്ളത് 1 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 0 എന്നാണ്. സോ 1 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 0 എന്ന് പറയുന്നതാണ് 1 ഇൻറ്റു 1. സോ ആദ്യത്തെ ആൻസർ നമുക്ക് 1 എന്ന് കിട്ടി. ദെൻ അവിടുത്തെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ദെൻ ഫാക്ടോറിയൽ 2വിൻ്റെ ഇൻഫർമേഷൻസ്, അതായത് ഫ്രെയിം 2വിൻ്റെ ഇൻഫർമേഷൻസ്, ഈ ഫ്രെയിംസ് കമ്പ്യൂട്ടർ റീഡ് ചെയ്യും. അവിടെ റീഡ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1 ആണ് കിടക്കുന്നത്. ഫാക്ടോറിയൽ 1 റിട്ടേൺ കിട്ടിയ ആൻസർ 1 ആണ്. സോ 2 ഇൻറ്റു 1 ചെയ്തു. സോ അതിൻ്റെ ആൻസർ അവിടുന്ന് റിട്ടേൺ കൊടുക്കുന്ന ആൻസർ 2 എന്നായിരിക്കും. ഫാക്ടോറിയൽ 2 റിട്ടേൺ ചെയ്യുന്നത് 2 എന്നായിരിക്കും. അതിനുശേഷം കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് മൂന്നാമത്തെ ഫ്രെയിം റീഡ് ചെയ്യും. ഓക്കെ, പോപ്പ് ദിസ് ഫ്രെയിം 3 ഇൻഫർമേഷൻസ്. ഫ്രെയിം 3 ഇൻഫർമേഷൻസ് റീഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 ആണ്. ഫാക്ടോറിയൽ 2 പ്രീവിയസ് റിട്ടേൺ ചെയ്ത ആൻസർ 2 ആണ്. സോ 3 ഇൻറ്റു 2 ഈക്വൽ ടു 6 എന്നായി. അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ആൻസർ മെയിൻ മെമ്മറിയിലേക്ക് ഇൻഫർമേഷൻസ് പോകും. മെയിൻ മെമ്മറിയിലാണ് ഇവിടെ റിസൾട്ട് ഉള്ളത്. അവിടെ റിട്ടേൺ വരുന്ന ആൻസർ 6 ആണ്. സോ റിസൾട്ട് ഈസ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. സോ ഇതാണ് ഒരു സ്റ്റാക്ക് ഓപ്പറേഷൻസ്, റിക്കർസീവ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്റ്റാക്ക് ഓപ്പറേഷൻസ് ആണ്. സോ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ ഈ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടി വരും. ഓക്കെ, സോ വി വിൽ ഗോ ത്രൂ ഇൻ ഡീറ്റെയിൽ. ഇനീഷ്യൽ കോൾ ആദ്യം ഞാൻ ഇപ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫാക്ടോറിയൽ 3 വിളിച്ചു. എ ഫ്രെയിം ഫോർ ഫാക്ടോറിയൽ 3 ഈസ് ക്രിയേറ്റഡ്. അത് മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. മെയിൻ ഫംഗ്ഷൻ്റെ ഫാക്ടോറിയൽ 3 വിളിച്ചിരിക്കുന്ന അഡ്രസ്സും മെയിൻ ഫംഗ്ഷനുള്ള ഇൻഫർമേഷൻസും എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിച്ച് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഫ്രെയിമിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഇൻസൈഡ് ഫാക്ടോറിയൽ 3 എ റിക്കർസീവ് കോൾ ടു ഫാക്ടോറിയൽ 2 ഈസ് മെയ്ഡ്. സോ 3യിൽ നിന്ന് നമ്മൾ ഫാക്ടോറിയൽ 2വിനെ വിളിക്കുന്നുണ്ട്. ദെൻ ഫാക്ടോറിയൽ 2വിനെ വിളിക്കുമ്പോൾ സെക്കൻഡ് കോൾ ഫാക്ടോറിയൽ 2 ഈസ് കോൾഡ്. ഫ്രെയിം ഫോർ ഫാക്ടോറിയൽ 2 ഈസ് കോൾഡ്. അവിടെ എന്നിൻ്റെ വാല്യൂ 3 ആണ്. ജസ്റ്റ് ഫാക്ടോറിയൽ 2 വിളിക്കുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ 3 ആണ്. ഫാക്ടോറിയൽ 3യുടെ ഫംഗ്ഷൻ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം ഉപയോഗിച്ച് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ആ ഫ്രെയിമിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ദെൻ ആ ഫാക്ടോറിയൽ 2വിൽ നിന്ന് തന്നെ വി വിൽ കോൾ ഫാക്ടോറിയൽ 1. സോ ഫാക്ടോറിയൽ 2ലേക്ക് വന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ 2 ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്ത് ഉപയോഗിച്ച് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫാക്ടോറിയൽ 2വിൻ്റെ ഡാറ്റ ഫ്രെയിം നമ്മൾ സ്റ്റാക്കിലേക്ക് ക്രിയേറ്റ് ചെയ്യും. മൂന്നാമത്തെ കോൾ ഫാക്ടോറിയൽ 1 ആണ്. ഫാക്ടോറിയൽ 1 റിമെമ്പർ ഫ്രെയിം ഫോർ ഫാക്ടോറിയൽ 1 ഈസ് pushed into the stack. Inside factorial 1 recursive call to factorial 0 is made. ഫാക്ടോറിയൽ 0 വരുന്ന കേസാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബേസ് കേസ് എന്ന് പറയുന്നത്. ഫാക്ടോറിയൽ 0 വന്നു, ഫംഗ്ഷൻ വീണ്ടും റിക്കർസീവ് ഫംഗ്ഷന് കോൾ ചെയ്യില്ല. ബേസ് കേസ് ആയതുകൊണ്ട് ഫംഗ്ഷൻ 1 റിട്ടേൺ ചെയ്യും. ഫ്രെയിം ഫാക്ടോറിയൽ 0 ഈസ് പോപ്ഡ് ഫ്രം ദ സ്റ്റാക്ക്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ആദ്യം 1 ഇൻറ്റു 1 ആകും, ദെൻ 2 ഇൻറ്റു 1 ആകും, ദെൻ 3 ഇൻറ്റു 2 ആകും. ഓക്കെ, സോ ആ രീതിയിൽ നമ്മുടെ ഫംഗ്ഷൻസ് എക്സിക്യൂഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നൗ റിട്ടേണിംഗ് റിസൾട്ട്സ് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. ദ വാല്യൂ ഓഫ് 1 ഈസ് പാസ്ഡ്. ഫാക്ടോറിയൽ 1ൽ നിന്ന് 1 പാസ് ചെയ്യും. ദ സ്റ്റാക്ക് നൗ ഹോൾഡ്സ് ഫാക്ടോറിയൽ 3 ആൻഡ് ഫാക്ടോറിയൽ 2. Okay, then factorial 1 returns 1 into 1 equal to 1 and its frame is popped. Then factorial 2 returns 2 into 1 and corresponding function frame is popped. Finally, factorial 3 returns 3 into 2 equal to 6 and its frame is popped.
സോ ഈ രീതിയിൽ ഇതാണ് നമ്മളുടെ റിക്കേർഷൻ ഓപ്പറേഷനിൽ ഫാക്ടോറിയൽ ഫങ്ഷൻ്റെ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ റിക്കർഷൻ ഫങ്ഷൻ ഉപയോഗിക്കുമ്പോൾ സ്റ്റാക്കിൻ്റെ പുഷ് ആൻഡ് പോപ്പ് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ പൈത്തൺ ഉപയോഗിച്ച് ഇപ്പോൾ ഒരു സിമ്പിൾ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻ നമുക്ക് ട്രേസ് ചെയ്യാം. ദെൻ ഫാക്ടോറിയൽ ഒരു സെയിം ഫംഗ്ഷൻ, ഒരു സിമ്പിൾ ഫംഗ്ഷൻ ഉണ്ട്, ഫാക്ടോറിയൽ അണ്ടർസ്കോർ ട്രേസ് എൻ ഡെപ്ത്. അതായത് ഓരോ ഫംഗ്ഷനും നമ്മൾ കോൾ ചെയ്യുന്ന ഡെപ്ത് ആണ്, പോയിന്റ് ആണ്, ഇൻസ്റ്റൻസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. എഫ് ഇൻഡന്റ് ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഓരോ പ്രാവശ്യവും. ദെൻ ഫാക്ടോറിയൽ ഏത് ഫംഗ്ഷനാണ് വിളിക്കുന്നത് നമ്മൾ ഇൻഫർമേഷൻ വരും. ദെൻ ഇഫ് എൻ ഈക്വൽ ടു 0 ബേസ് കേസ് ഇസ് റീച്ച്ഡ് എന്ന ഇൻഫർമേഷൻ നമുക്ക് തരും. ദെൻ റിട്ടേൺ 1. ഓക്കെ, സെയിം ഇതിൻ്റെ കോഡ് തന്നെയാണ്, ബട്ട് നമ്മൾ കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൂടി ആഡ് ചെയ്തിരിക്കുന്നു. റിസൾട്ട് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് ട്രേസ് അണ്ടർസ്കോർ ട്രേസ് n-1 ഡെപ്ത് പ്ലസ് 1. എന്നിൻ്റെ വാല്യൂ ഒന്ന് കുറയും, ഡെപ്തിൻ്റെ വാല്യൂ സെക്കൻഡ് ഇൻസ്റ്റൻസ് ആയി എന്നറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, ദെൻ ഫൈനൽ റിട്ടേൺ റിസൾട്ട്സ് പ്രിന്റ് ഫ്രെയിം സ്റ്റാക്ക് ഇസ് ക്രിയേറ്റഡ്. സോ ആദ്യം നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ട്രേസിംഗ് സ്റ്റാക്ക് ഓപ്പറേഷൻ ഫോർ ഫാക്ടോറിയൽ 3, അതായത് ഫാക്ടോറിയൽ 3 നമ്മൾ ജസ്റ്റ് വിളിക്കാൻ പോവാണ്. എൻ്ററിങ് ഫാക്ടോറിയൽ 3, മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഫാക്ടോറിയൽ 3 വിളിച്ചു, ഫാക്ടോറിയൽ 3ലേക്ക് എക്സിക്യൂഷൻ വന്നു. എക്സിക്യൂഷൻ വരുമ്പോൾ ഫാക്ടോറിയൽ 3യിൽ നിന്ന് നമ്മൾ ഫാക്ടോറിയൽ 2നെ വിളിക്കുന്നുണ്ട്. സോ ഒരു ഇൻഡന്റ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഇൻഡന്റേഷൻ, ഒരു ഇൻഡന്റ് അവിടെ പ്രിന്റ് ചെയ്തു. ദെൻ ഫാക്ടോറിയൽ 3യിൽ നിന്ന് ഫാക്ടോറിയൽ 2യെ വിളിച്ചു. ഫാക്ടോറിയൽ 2ലെ വിളിക്കുമ്പോൾ ഫാക്ടോറിയൽ 2ൽ നിന്ന് ഫാക്ടോറിയൽ 1ലേക്ക് കൺട്രോൾ ഓഫ് എക്സിക്യൂഷൻ പോകും. കൺട്രോൾ ഓഫ് എക്സിക്യൂഷൻ പോകുമ്പോൾ അത് ഫാക്ടോറിയൽ 1ലേക്ക് എൻ്റർ ചെയ്തു. ഫാക്ടോറിയൽ 1 ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഫാക്ടോറിയൽ 0 വിളിക്കുന്നുണ്ട്. സോ ഫാക്ടോറിയൽ 1 നിന്ന് ഫാക്ടോറിയൽ 0യിലേക്ക് പോയി. ഫാക്ടോറിയൽ 0യിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇൻഡന്റേഷൻ കൊടുക്കുന്നില്ല. ഇൻഡന്റേഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is no recursion. ഇവിടെയൊക്കെ നമ്മൾ റിക്കർഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ റിക്കർഷൻ ഇല്ലാത്തത് കൊണ്ട് സെയിം ഇൻഡന്റിൽ നമ്മൾ ബേസ് കേസ് ഈസ് റീച്ച്ഡ്, ഫാക്ടോറിയൽ 0 ഈസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ പ്രിന്റ് ചെയ്തു. ആ 1 വാല്യൂ റിട്ടേൺ ചെയ്തു. റിട്ടേണിങ്. ഓക്കെ, സോ ബേസ് കേസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ്. സോ ഇത്രയും സ്റ്റേജിൽ നമുക്ക് പുഷായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് പോപ്പാണ്. ഓക്കെ, മീൻസ് ഫ്രെയിം സ്റ്റാക്കിൽ നിന്ന് റീഡ് ചെയ്യാണ്. വി ആർ ഗിവിംഗ് ഇൻ ടു സ്റ്റാക്ക് ആയിരുന്നു, ഫ്രം ദ സ്റ്റാക്ക്. ഓക്കെ, സോ ബേസ് കേസ് റീച്ചതിന് ശേഷം റിട്ടേണിംഗ് 1 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 0, ദെൻ 1 കിട്ടി. ഈ ആൻസർ ആയിരിക്കും ഇവിടെ വരുന്നത് 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1. Factorial of 1 is 1 into factorial of 0, which is 1. Then here 3 into factorial of 2. Factorial of 2 is 2 into factorial of 1. Factorial of 1 is 1 into factorial of 0. Factorial of 0 is 1. So 1 into 1 into 2, 2. So 3 into 2 equal to 6. So ഇനിയിപ്പം ഫാക്ടോറിയൽ 4 ആ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഓരോ പ്രാവശ്യവും നിങ്ങൾ 4 ഇൻറ്റു ഫാക്ടോറിയൽ 3ലേക്ക് വരും. ഫാക്ടോറിയൽ 3 എന്ന് പറയുന്നത് 3 ഇൻറ്റു ഫാക്ടോറിയൽ 2ലേക്ക് പോകും. ഫാക്ടോറിയൽ 2 എന്ന് പറയുന്നത് 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1ലേക്ക് പോകും. ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറയുന്നത് 1 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 0 എന്ന് പറയും. 0യുടെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 റിട്ടേൺ ചെയ്യും. ആ രീതിയിൽ ചെയിനായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഇതാണ് നമ്മളുടെ സ്റ്റാക്ക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. വിഷ്വലൈസിങ് ദ സ്റ്റാക്ക്. എന്താണ് സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസ്? സെയിം മീനിങ്, സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഫാക്ടോറിയൽ 3 വിളിച്ചു, ഫാക്ടോറിയൽ 3യിൽ നിന്ന് ഫാക്ടോറിയൽ 2 വിളിച്ചു. സോ ഫാക്ടോറിയൽ 2 വിളിക്കുന്ന സമയത്ത് സ്റ്റാക്കിൽ ഫ്രെയിം 3 ഉണ്ടായിരിക്കും, ഫാക്ടോറിയൽ 2 ഉണ്ടായിരിക്കും. ദെൻ ഫാക്ടോറിയൽ 2ൽ നിന്ന് നമ്മൾ ഫാക്ടോറിയൽ 1 വിളിച്ചു. 1 വിളിക്കുമ്പോൾ സ്റ്റാക്കിലേക്ക് ഫാക്ടോറിയൽ 3 ഉണ്ട്, ഫാക്ടോറിയൽ 2 ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഫാക്ടോറിയൽ 1 റൈറ്റ് ചെയ്തു. ദെൻ ഫാക്ടോറിയൽ 1ൽ നിന്ന് നമുക്ക് ഫാക്ടോറിയൽ 0 വിളിച്ചു. ഫാക്ടോറിയൽ 0യിലേക്ക് വരുമ്പോൾ സ്റ്റാക്കിൽ ഫാക്ടോറിയൽ 3 ഓൾറെഡി ഉണ്ട്, ഫാക്ടോറിയൽ 2 നമ്മൾ വെച്ചിട്ടുണ്ട്, ഫാക്ടോറിയൽ 1 വെച്ചിട്ടുണ്ട്. ദെൻ ഫാക്ടോറിയൽ 0 കൂടി ടോപ്പിലേക്ക് വെക്കും. ഫാക്ടോറിയൽ 0യിലേക്ക് വരുമ്പോൾ ബേസ് കേസ് ആണ്, ഫാക്ടോറിയൽ വിളിക്കുന്നില്ല, റിട്ടേൺ 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ദെൻ ഫാക്ടോറിയൽ 3, ഫാക്ടോറിയൽ 2, 1 റിട്ടേണിന് ശേഷം ഫാക്ടോറിയൽ 0യുടെ അഡ്രസ്സ് പോപ്പ് ചെയ്യും. ഓക്കെ, സോ ആ പോപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ബേസ് കേസ് എത്തുമ്പോൾ ആ അഡ്രസ്സ് ഉടനെ അത് പോപ്പ് ചെയ്തെടുക്കും. അപ്പോൾ സമയത്ത് നമ്മുടെ സ്റ്റാക്കിലുള്ളത് ഫാക്ടോറിയൽ 3യും ഫാക്ടോറിയൽ 2വും ഫാക്ടോറിയൽ 1 മാത്രമായിരിക്കും. ദെൻ ഫാക്ടോറിയൽ 2ന് നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് ഫാക്ടോറിയൽ 3യും ഫാക്ടോറിയൽ 2 മാത്രമായിരിക്കും. ദെൻ ഫൈനലി സ്റ്റാക്ക് ഈസ് എംപ്റ്റി. ആൻസർ കിട്ടുന്ന സമയത്ത് സ്റ്റാക്ക് എംപ്റ്റി ആയിട്ട് മാറും. സോ ഇത് ആണ് നമ്മളുടെ സ്റ്റാക്കിൻ്റെ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഫ്രെയിം ഫ്ലോ എന്ന് പറയുന്നത് ഡ്യൂറിങ് എ റിക്കർഷൻ പ്രോസസ്സ്, ബോത്ത് പുഷ് ആൻഡ് പോപ്പ്. ഈ രീതിയിൽ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു 3, 2, 1, 1 into 1 സെയിം ആൻസർ തന്നെ. Then next point, avoiding circularity in recursion.
ഓക്കെ, സോ ഇതൊരു സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. സർക്കുലാരിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അത് നമ്മൾ റിക്കേഷനിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താണ് സർക്കുലാരിറ്റി എന്ന് പറയുന്നത്? റിക്കേഷൻ ക്യാൻ ലീഡ് ടു ഇൻഫൈനൈറ്റ് ലൂപ്സ് ആൻഡ് ഇവൻച്വലി എ സ്റ്റാക്ക് ഓവർഫ്ലോ ഇഫ് നോട്ട് ഹാൻഡിൽഡ് പ്രോപ്പർലി. സോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോ നമ്മളുടെ പ്രോഗ്രാമിൽ പറഞ്ഞ പ്രോഗ്രാമിൽ ഫാക്ടോറിയൽ എൻ ഇൻറ്റു ഫാക്ടോറിയൽ എൻ മൈനസ് വൺ ആയിരുന്നു. സോ എൻ മൈനസ് വൺ ഡിക്രീസ് ചെയ്യുന്നത് പോകുന്നത് കൊണ്ട് എൻ വാല്യൂ ഓൾവേസ് വൺസ് ഇറ്റ്സ് റീച്ച് സീറോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ ഈ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ വണ്ണിൽ തുടങ്ങിയിട്ട് വൺ ഇൻറ്റു എന്നിൻ്റെ വാല്യൂ വൺ ആവും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ സിക്സിൻ്റെ ഫാക്ടോറിയൽ 6 × 5 × 4 × 3 × 2 × 1 എഴുതുന്നതിന് പകരം 1 × 2 × 3 × 4 × 5 × 6 ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകാമെന്നുള്ളൊരു ലോജിക്ക് ഉപയോഗിച്ച് എൻ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് എൻ പ്ലസ് വൺ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ബേസ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. എന്നിൻ്റെ വാല്യൂ ഇങ്ങനെ 6 കഴിഞ്ഞ് 7ലേക്ക് പോയി, 7 കഴിഞ്ഞ് 8ലേക്ക് പോയി, 8 കഴിഞ്ഞ് 9ലേക്ക് പോയി, ഇങ്ങനെ ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യാതെ ബേസ് കേസ് കണ്ടീഷൻ എത്താതെ നമ്മളുടെ കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ പോകുന്നു എന്ന് വിചാരിക്കാം. സോ അങ്ങനെ പോകുന്ന കേസിൽ എന്താ സംഭവിക്കുക? ഓരോ പ്രാവശ്യവും ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ സ്റ്റാക്കിലേക്ക് ആദ്യത്തെ ഇൻസ്റ്റൻസ് സേവ് ചെയ്തു, ദെൻ രണ്ടാമത്തെ ഇൻസ്റ്റൻസ് സേവ് ചെയ്തു, മൂന്നാമത്തെ ഇൻസ്റ്റൻസ് സേവ് ചെയ്തു, ഇങ്ങനെ പോയി സ്റ്റാക്കിന് മാനേജ് ചെയ്യാവുന്ന ഒരു മെമ്മറിയുടെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വരെ നമ്മൾ പോപ്പൊന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ ഇങ്ങനെ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൽ മുകളിലേക്ക് പോകുമ്പോൾ അതിനെ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയും. അതിൽ കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻസ് വരിക എന്നുള്ള ഒരു കണ്ടീഷൻസ് അതിനെ നമ്മൾ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയും. സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയസ് ആയിട്ടുള്ള ഒരു ത്രെട്ടാണ്. പ്രോബ്ലം അല്ലെങ്കിൽ ഇപ്പം കമ്പ്യൂട്ടർ എക്സിക്യൂഷൻസ് ഒക്കെ ഫെയിലാകും, അല്ലെങ്കിൽ അറ്റാക്കേഴ്സിന് നമ്മളുടെ കമ്പ്യൂട്ടറിനെ ഹാക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാവുന്ന ഒരു സിറ്റുവേഷൻസ് വരും. സോ അങ്ങനെ പോവുക എന്ന് പറയുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റി ആസ്പെക്ട്സിൽ വളരെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഈ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. സോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സർക്കുലാരിറ്റി ഇൻ റിക്കേഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒന്നാമത്തെ ഫംഗ്ഷനിൽ നിന്ന് രണ്ടാമത്തെ ഫംഗ്ഷനിലേക്ക് വരുന്നു, രണ്ടാമത്തെ ഫംഗ്ഷനിൽ നിന്ന് അത് മൂന്നാമത്തെ ഫംഗ്ഷനിലേക്ക് വരുന്നു, 3ൽ നിന്ന് 4ലേക്ക് വരുന്നു, 4ൽ നിന്ന് 5ലേക്ക് വരുന്നു, 5ൽ നിന്ന് 6ലേക്ക് വരുന്നു, 6ൽ നിന്ന് 7ലേക്ക് വരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ നോട്ട് റിട്ടേൺ ബാക്ക് എവറി ടൈം ഇറ്റ് ഗോസ് ഇൻ ദ വൺ ഡയറക്ഷൻ ഉള്ളി. ഈ രീതിയിൽ കൺട്രോൾ ടെർമിനേറ്റ് ചെയ്യാതെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു എഫക്റ്റ്, അതിനെയാണ് നമ്മൾ സർക്കുലാരിറ്റി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ നമ്മൾ റിക്കേഷനിൽ അവോയ്ഡ് ചെയ്തിരിക്കണം. അവോയ്ഡ് ചെയ്തിട്ടില്ല എങ്കിൽ യുവർ സിസ്റ്റം വിൽ ഹാങ്, അല്ലെങ്കിൽ ക്രാഷ് ആവും. ആ സിസ്റ്റം ഉണ്ടായി. സോ ഡെഫിനറ്റ്ലി നമ്മളുടെ റിക്കേഷൻ ഫംഗ്ഷനിൽ ബേസ് കേസ് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു സർക്കുലാരിറ്റി അവോയ്ഡ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വി മസ്റ്റ് ഡിഫൈൻ എ ബേസ് കേസ് കണ്ടീഷൻ. എ ബേസ് കേസ് ഈസ് ദ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഫോർ എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ. നമ്മൾ n=0 എന്ന് പറയുന്ന കണ്ടീഷൻ, അതിനാണ് നമ്മൾ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ബേസ് കേസ് എന്ന് പറയുന്നത്. ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത്. ഇറ്റ് ഡിഫൈൻസ് ദ സിംപ്ലസ്റ്റ് സിനാരിയോ വേർ റിക്കേഷൻ സ്റ്റോപ്സ് ആൻഡ് നോ ഫർദർ കോൾസ് ആർ മെയ്ഡ്. വിത്തൗട്ട് എ പ്രോപ്പർ ബേസ് കേസ് ഫംഗ്ഷൻസ് വിൽ കണ്ടിന്യൂ ടു കോൾ ഇറ്റ് സെൽഫ് ഇൻഡെഫിനിറ്റ്ലി. ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. n=0 എന്ന് വരുമ്പോൾ മാത്രമാണ് അത് ഫാക്ടോറിയൽ നിന്ന് n-1 എന്നൊരു ഫംഗ്ഷൻസ് കോൾ ചെയ്യാത്തത്. അല്ലാത്ത കേസുകളിലെല്ലാം അത് അടുത്ത ഫാക്ടോറിയൽ ഫംഗ്ഷനെ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ആ ബേസ് കേസ് കണ്ടീഷൻസ് ഉണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് സർക്കുലാരിറ്റി അവോയ്ഡ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ ദിസ് എക്സാമ്പിൾ ബേസ് കേസ് ഈസ് n=0, ensures recursion terminates when n reaches 0. പ്രോഗ്രസ് രണ്ടാമത്തത് പ്രോഗ്രസ് ടുവേർഡ്സ് ബേസ് കേസ് ഈച്ച് റിക്കർസീവ് കോൾ ഷുഡ് മേക്ക് പ്രോഗ്രസീവ് ടുവേർഡ്സ്. ഇങ്ങനെ കൊടുത്താൽ പോരാ, മാത്രം n=0=1 ആയി കൊടുത്താൽ പോരാ, ആ n=0യിലേക്ക് വരാനുള്ള സിറ്റുവേഷൻസ് കൂടി നമ്മളുടെ സൈഡിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കണം. സോ പ്രോഗ്രസ് ടുവേർഡ്സ് ദ ബേസ് കേസ്, ആ ബേസ് കേസിലേക്ക് എന്നിനെ കൊണ്ടുപോകാനുള്ള അറ്റംപ്റ്റ് കൂടി നമ്മളെ പ്രോഗ്രാമിൻ്റെ ബോഡിയിൽ ഉണ്ടായിരിക്കണം. അതാണ് പ്രോഗ്രസ് ടുവേർഡ്സ് ദ ബേസ് കേസ് എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ ഫംഗ്ഷൻ റിക്കേഷൻ ഫംഗ്ഷൻസ് കോൾ ചെയ്യുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ കുറഞ്ഞ് 0യിലേക്ക് വരണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഗ്രസ് ടുവേർഡ്സ് ബേസ് കേസ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. സോ ഈച്ച് ഫാക്ടോറിയൽ n reduces n by 1. Eventually it reaches to 0. Avoid infinite loops.
നമ്മൾ റിക്കർഷൻ ഫംഗ്ഷൻസിലൊക്കെ ഇൻഫിനിറ്റ് ലൂപ്പ് ഇല്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. ദാറ്റ് റിക്കർസീവ് ഫംഗ്ഷൻ ഡസൻറ്റ് എൻ്റർ എ സൈക്കിൾ ഓർ റിപ്പീറ്റഡ്ലി കോൾ ഇറ്റ് സെൽഫ് വിത്തൗട്ട് എ പ്രോഗ്രസ്. കോമൺ മിസ്റ്റേക്സ് ഇൻക്ലൂഡ്സ് നോട്ട് മോഡിഫൈങ് ദ ആർഗ്യുമെന്റ്സ് കറക്റ്റ്ലി ഓർ ഫോർഗെറ്റിംഗ് ടു ചെക്ക് ദ കണ്ടീഷൻസ്. സോ നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഒന്നുകിൽ ഇത് ചെക്ക് ചെയ്യാൻ നമ്മൾ മറന്നു പോകും, n-1 പകരം n തന്നെ കൊടുക്കും, അല്ലെങ്കിൽ n+1 കൊടുക്കും, അല്ലെങ്കിൽ 2n കൊടുക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ടെർമിനേറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫിനിറ്റ് പ്രോഗ്രാംസ് ഒക്കെ നമ്മളുടെ ബോഡി ഫംഗ്ഷൻ ബോഡിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പാക്കിയിട്ട് വേണം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. സോ ഇതൊരു എക്സാമ്പിളാണ്, ബാഡ് അല്ലെങ്കിൽ സർക്കുലാരിറ്റി ഉള്ള ഒരു കേസാണ്. റിക്കർഷൻ എന്ന് വിളിച്ചിട്ടുണ്ട്. റിക്കർഷൻ ഇസ് ഈക്വൽ ടു റിക്കർഷൻ ഓഫ് n-1. അപ്പം എന്താ അർത്ഥം? ഇപ്പം നമ്മൾ 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ 5ൽ നിന്ന് അത് 4നെ വിളിക്കും, 4ൽ നിന്ന് 3യെ വിളിക്കും, 3ൽ നിന്ന് 2നെ വിളിക്കും, 2ൽ നിന്ന് 1നെ വിളിക്കും, 1ൽ നിന്ന് 0യെ വിളിക്കും, 0ൽ നിന്ന് -1നെ വിളിക്കും, -1ൽ നിന്ന് -2നെ വിളിക്കും. Okay, so every time there is a recursion. -2ൽ നിന്ന് അടുത്ത -3ലേക്ക് പോകും. സോ ഒരിക്കലും ഇത് ടെർമിനേറ്റ് ചെയ്യില്ല. സോ ഫാക്ടോറിയൽ ഓഫ് -3 ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയിനായിട്ട് ഈ ഓപ്പറേഷൻസ് പോയിക്കൊണ്ടേയിരിക്കും. സോ യൂസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കെയർഫുള്ളി. സോ അവോയ്ഡ് ചെയ്യണമെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കും. എൻഷുർ ഓൾ പാർട്സ് ഇൻ ദ ഫംഗ്ഷൻസ് either progress towards the base conditions or directly terminate. ഓക്കെ, അതൊക്കെ നമ്മളുടെ പ്രോഗ്രാമറിൻ്റെ സൈഡിൽ നിന്നുണ്ടാകേണ്ട കേസാണ്. സോ ബേസ് കേസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു x⁻³ അല്ലെങ്കിൽ a⁻b നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, റിക്കർഷൻ ഉപയോഗിച്ച് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ പവർ, ബേസ് ആൻഡ് എക്സ്പൊണൻ്റ്. സോ ഇതൊരു ഫംഗ്ഷനാണ്. ഡെഫിനിഷൻ: ഫംഗ്ഷൻ്റെ പേര്, ബേസ് ഉണ്ട്, 2 ആർഗ്യുമെൻ്റ് ഉണ്ട്, ബേസ് ആൻഡ് എക്സ്പൊണൻ്റ്. ഇഫ് എക്സ്പൊണൻ്റ് ഈസ് ഈക്വൽ ടു 0, റിട്ടേൺ 1. സോ ഇതാണ് നമ്മുടെ ബേസ് കേസ്. എക്സ്പൊണൻ്റ് വാല്യൂ 1 ആണെങ്കിൽ ആൻസർ 1 റിട്ടേൺ ചെയ്യണം. ഇഫ് എക്സ്പൊണൻ്റ് ലെസ് ദാൻ 1, മൈനസ് ആണെങ്കിലും നമുക്ക് 1 റിട്ടേൺ ചെയ്യണം. ഓക്കെ, ദെൻ 1/പവർ ബേസ് മൈനസ് എക്സ്പൊണൻ്റ്. സോ അവിടെ നമ്മൾ സെയിം ഫംഗ്ഷൻ തന്നെ ഇൻവോക്ക് ചെയ്തു. സോ നെഗറ്റീവ് a⁻² അല്ലെങ്കിൽ x⁻³ എന്ന് പറയുന്നത് 1/x⁻³ ആണ്. ഓക്കെ, സോ ഈ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ മൈനസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ മൈനസ് എക്സ്പൊണൻ്റ് ആക്കി മാറ്റിയതിന് ശേഷം നമ്മൾ അതേ ഫംഗ്ഷൻ തന്നെ ഇൻവോക്ക് ചെയ്തു. സോ മൈനസ് ആകുമ്പോൾ ആ മൈനസിന് അത് പോസിറ്റീവായി, -3 become +3. സോ +3 ആയിട്ട് മാറി. സോ ഈ 2 കേസ് അത് അവിടെ ഇല്ല എന്ന് നമ്മൾ ഉറപ്പാക്കി നമ്മൾ ഇതിലേക്ക് വന്നു. ഓക്കെ, സോ ബേസ് ഇൻറ്റു, സോ 5x⁻³ എന്ന് പറഞ്ഞാൽ എന്താ, x ആണ് x⁻³ എന്ന് പറയുന്നത്. സോ ബേസ് എന്ന് പറയുന്നത് x ആണ്, എക്സ്പൊണൻ്റ് എന്ന് പറയുന്നത് 3 ആണ്. സോ 3 ടൈംസ്. സോ 3യുടെ വാല്യൂ ഇങ്ങനെ എക്സ്പൊണൻ്റ് വാല്യൂ കുറഞ്ഞു വരും. സോ കുറഞ്ഞ 0 ആകുമ്പോൾ 1 വന്നു, പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും. Okay, so you can find any values to the raised to another number. So power 5,3 എന്ന് പറഞ്ഞാൽ 5⁻³ ആണ്. സോ ആദ്യം നമ്മൾ പവർ ബേസ് ഈക്വൽ ടു 5 ആണ് ഈ എക്സാമ്പിളിൽ, എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്, എക്സ്പൊണൻ്റ് 0 അല്ല, എക്സ്പൊണൻ്റ് ലെസ് ദാൻ അല്ല, ബേസ് ഇൻറ്റു 5 ഇൻറ്റു ദെൻ പവർ ബേസ് എക്സ്പൊണൻ്റ് -1. സോ പവർ 5,2 വന്നു. എഗെയിൻ റിക്കർസീവ് ഫംഗ്ഷൻ ആണ്, 2 അല്ല, നെഗറ്റീവ് അല്ല. ദെൻ 5 ഇൻറ്റു പവർ ബേസ് 5,1 വന്നു. ഓക്കെ, സോ എക്സ്പൊണൻ്റ് 1 ആയി, 1 = 0 അല്ല, നെഗറ്റീവ് അല്ല. ദെൻ 5 ഇൻറ്റു എക്സ്പൊണൻ്റ് 0 ആയിട്ട് മാറി, 1 - 1. സോ 0 ആകുമ്പോൾ 1 റിട്ടേൺ ചെയ്തു, പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്തു. നമ്മുടെ ആൻസർ 5 × 5 × 5. നമ്മൾ റിക്കർഷൻ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഓരോ കേസിലെയും സ്റ്റാക്കും അതിൻ്റെ ഗ്രോത്തും അതിൻ്റെ പോപ്പിംഗ് ഓപ്പറേഷനും നമുക്ക് ഈ സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് റിക്കർസീവ് ഫങ്ഷൻസ് ഉപയോഗിച്ചുള്ളത്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ്സ് ഓൾ.